ഹോ, ഒന്നും പറയണ്ട. കളങ്കാവൽ ഇന്നലെ കണ്ടു. റിലീസിന്റെ അന്ന് ഫസ്റ്റ് ഷോ ഇത്രയ്ക്ക് തിരക്കായിരുന്നു തിയേറ്ററിൽ. കളങ്കാവൽ ഒന്നും പറയാനില്ല, ഒരു കുറ്റം പറയാനില്ല. വിനായകനാണോ മമ്മൂട്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഈക്വലാണ് എന്ന് പറയേണ്ട വരും. മമ്മൂട്ടി എത്ര പെർഫോമൻസ് ചെയ്തോ അത്ര തന്നെ വിനായകൻ അടിച്ചു കയറി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിനായകൻ തൂക്കിയെന്നാണോ മമ്മൂട്ടി തൂക്കിയെന്നാണോ പറയേണ്ടതെന്നാണ് എനിക്കിപ്പോൾ ഡൗട്ട് വരുന്നത്. ഭയങ്കര സസ്പെൻസാണ് ഈ ഒരു മൂവി. ലാസ്റ്റ് വരേക്ക് സസ്പെൻസ് ഇട്ടിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ മമ്മൂട്ടിയിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതുവരെ മമ്മൂട്ടി ചെയ്ത ഒരു റോളുകളെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സിനിമ, ഈ ഒരു മൂവി വന്നതിന് ശേഷം എന്താ പറയുക, മുഴുവൻ റോളുകളും മമ്മൂട്ടി ഏത് സിനിമയിലാണ് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ചട്ടപ്പിടീന്ന് പൊടിച്ച് കളയുന്ന പോലെ ഈ ഒരു മൂവി സകലതും തൂക്കി മമ്മൂട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാനായിട്ട് ഇപ്പം എനിക്ക് ഈ ഒരെണ്ണമാണ് എനിക്ക് കാണിച്ചു കൊടുക്കാനുള്ളത്, കളങ്കാവൽ. അപ്പം മമ്മൂട്ടി ബെസ്റ്റ് ചെയ്തിട്ടില്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റോളിലാണ് മമ്മൂട്ടി ഇപ്പം വന്നിരിക്കുന്നത്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മമ്മൂട്ടി വിരോധികൾ പോലും കണ്ട് ഈ ഒരു നിർവ്വാണം അടയണം, നിർവൃതി അടയണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ജാതി മതം ഒന്നും നോക്കാതെ നിങ്ങൾ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കനത്ത നഷ്ടമാണ്. ഇതും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. കാരണം തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇത് ആസ്വദിക്കാൻ പറ്റൂല. അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് മൂവിയാണ്. വൈകിക്കേണ്ട, പെട്ടെന്ന് വിട്ടോളൂ. അടിപൊളിയാണ് കളങ്കാവൽ. മമ്മൂട്ടിയുടെ വിരോധികളും ഫാൻസുകാരും എല്ലാം പോയിട്ട് കാണുക, അടിച്ചു കയറി കാണുക. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. 100 കോടിക്ക് മേലെ കളക്ഷൻ നേടും എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും 100 കോടി തയ്ക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അത്രയ്ക്ക് ബ്രില്യൻറ്റ്. എഴുത്തുകാരനായാലും ഇത് സംവിധാനം ചെയ്തിരിക്കുന്ന ആളാണെങ്കിൽ പിന്നെ അഭിനയിച്ചവരെ കുറിച്ചിട്ട് ഒന്നും പറയണ്ട. മമ്മൂട്ടി തകർത്താടി തിമിർത്തു എന്ന് തന്നെ പറയാം. തിമിർത്തു, കിടുക്കി, തകർത്തു. അതാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഒപ്പത്തിനൊപ്പം വിനായകൻ, അതാണ് വിനായകനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ പോലും ഇതിൽ വിനായകന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെടും, വിനായകന് ഇഷ്ടപ്പെടും. ഇത്രയും നാളും കണ്ടതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷമാണ് വിനായകൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു പോലീസ് ഓഫീസറായിട്ട് അത് മമ്മൂട്ടി ചെയ്യേണ്ട റോളാണ് വിനായകന് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നെഗറ്റീവ് ക്യാരക്ടറായ ആ റോളും മമ്മൂട്ടി ചെയ്യുകയായിരുന്നു. ആ ഒരു മനോധൈര്യം സമ്മതിച്ചു കൊടുക്കാണ്ട് പറ്റൂല. അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ട് ഈ സിനിമ പുറത്തു വരുമ്പോൾ എങ്ങനെ തൻ്റെ ഒരു ഇമേജിനെ, ഇത്രയും നാളും ചെയ്ത ആ ഒരു പേരിനെ എങ്ങനെ ബാധിക്കും എന്ന് പോലും ഓർക്കാതെയാണ് മമ്മൂട്ടി ഈ ഒരു ക്യാരക്ടർ റോൾ ചെയ്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല സുഹൃത്തുക്കളെ, എനിക്കൊന്നും പറയാനില്ല. മൂവി കണ്ടു തൃപ്തിയായി എന്ന് പറയില്ലേ, അതാണ് ഇപ്പം എൻ്റെ ഒരവസ്ഥ. ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. ഫിലിം കാണുമ്പോൾ തന്നെ നമുക്ക് ഒന്നും കളയാനില്ല. ആ ഫിലിമിൻ്റെ ഒരു ഇഞ്ച് പോലും നമുക്ക് വിട്ട് കളയാനില്ല. അത്രയും നമ്മൾ ആ മൂവിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അതിൻ്റെ അകത്ത് പോയിരുന്ന് കാണുന്ന ഒരു പ്രതീതിയാണ് തിയേറ്ററിൽ ഇരുന്നിട്ട് എനിക്ക് തോന്നിയത്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരാഴ്ചക്കുള്ളിൽ ഈ മൂവി പോയി കാണാൻ ഞാൻ പറയുകയാണ്. ഈ മൂവി കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു തീരാ നഷ്ടമാണ്. മമ്മൂട്ടി ഫാൻസ് അടക്കം, മമ്മൂട്ടി വിരോധികളടക്കം പോയി കാണേണ്ട ഒരു മൂവിയാണ് ഈ മൂവി എന്ന് പറയുന്നത്. മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചിരിക്കുന്നത് 21ഓളം ലേഡീസുകളാണ് സുഹൃത്തുക്കളെ. അത് വല്ലാത്തൊരു സസ്പെൻസിലൂടെ കൊണ്ടുപോകുന്ന ഒരു കഥയാണ്. കഥ എന്താണെന്ന് നിങ്ങൾ പോയി തിയേറ്ററിൽ നിങ്ങളുടെ അനുഭവം നേരിട്ടറിയുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സിനിമ ഇത്രത്തോളം ഇങ്ങനെ ജനങ്ങളെ ത്രില്ലടിപ്പിച്ചിട്ട് നിൽക്കുമ്പോൾ പിന്നെ ഇത് സംവിധാനം ചെയ്ത ആൾക്കുടെ കഴിവ് നമ്മൾ പറയണ്ടല്ലോ. അതാണ്. അഭിനയിച്ചവരെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ല. ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്ന ആളായാലും ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്ന ആളായാലും ബ്രില്യൻറ്റ്. അവരുടെ ഏറ്റവും ബെസ്റ്റാണ് ജനങ്ങൾക്ക് തന്നിരിക്കുന്നതെന്ന് പറയും. അത്രത്തോളം മികച്ച ചിത്രമാണ്. ഇതുവരെ കണ്ട മമ്മൂട്ടി ചിത്രങ്ങളെ കവച്ചു വയ്ക്കുന്ന ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. മമ്മൂട്ടി ഈ ഒരു ഒറ്റ ക്യാരക്ടറിലൂടെ നേടിയിരിക്കുന്നത് അതൊരു അസാധ്യമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ്. ഈ ഒരു വില്ലൻ റോള്, ഈ ഒരു നെഗറ്റീവ് റോള് കൈകാര്യം ചെയ്യാൻ ചിലപ്പോൾ ചില നടന്മാർ തയ്യാറായിട്ട് വരില്ല. ആ ചങ്കൂറ്റാണ് മമ്മൂട്ടി ഇവിടെ കാണിച്ചിരിക്കുന്നത്. മമ്മൂട്ടിക്ക് എന്തായാലും ഈ ഒരു നെഗറ്റീവ് റോള് കൈകാര്യം ചെയ്യാൻ കാണിച്ച ആ ചാങ്കൂറ്റത്തിനാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. അതിനോടൊപ്പം മമ്മൂട്ടിയുടെ ഒപ്പം തന്നെയുണ്ട് വിനായകൻ. ലാസ്റ്റ് സീനിലാണ് വിനായകനെ ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെട്ടു പോകുന്ന
ക്ലൈമാക്സ് സീൻ വിനായകൻ പൊളിച്ചടുക്കിയെന്ന് മാത്രമല്ല അടിപൊളി 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 പെർഫോമൻസ് എന്നാണ് പറയാനുള്ളത്. ഒന്നും പറയാനില്ല. കിടുക്കി തിമിർത്തു തകർത്ത് വാരി, തിയേറ്റർ കത്തിച്ചു, തിയേറ്റർ തകർത്ത് വാരി എന്ന് തന്നെ പറയാം. അടിപൊളി. അതും പടം റിലീസ് ചെയ്യുന്ന ആ ഷോയ്ക്ക് തന്നെ ജനങ്ങൾ ശ്വാസം അടക്കി, ആദ്യം തുടങ്ങി അവസാനം വരെ ശ്വാസം അടക്കി. ശ്വാസം പുറത്തു പോകുന്നുണ്ടോ എന്ന് വരെ സംശയിക്കേണ്ട ഒരു രീതിയായിരുന്നു. അത്രത്തോളം ഗംഭീര 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 പെർഫോമൻസ് ആണ് നമ്മുടെ മമ്മൂസ് കാഴ്ചവെച്ചിരിക്കുന്നത്. പുറകെ നമ്മുടെ വിനായകനുണ്ട്. വിനായകന്റെ ഇത്രയും നാളത്തേക്ക് ഒരു വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ മാറിപ്പോകുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് വിനായകൻ ഈ ഒരു ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. വിനായകനെ എനിക്കത്ര ഇഷ്ടമൊന്നുമല്ലാത്തൊരു വ്യക്തിയാണ്. എന്നാലും എനിക്കിപ്പോൾ പേഴ്സണലി വിനായകനോട് കുറച്ചിഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് സീൻ കണ്ടതോടുകൂടിയാണ്. വിനായക തകർത്തു. വിനായക ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ വിവാദങ്ങളും ഇതോടുകൂടി കാറ്റിൽ പറന്നുപോയി എന്ന് തന്നെ പറയാം. പിന്നെ ഒപ്പത്തിനൊപ്പം അഭിനയിച്ച ആർട്ടിസ്റ്റുകളായാലും ഒക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ 21ഓളം ലേഡീസുകൾ അഭിനയിച്ചിട്ടുണ്ട്. ചിലരെ നമ്മൾ അറിയും, ചിലരെ നമ്മൾ അറിയില്ല. 3-4 പേരെയൊക്കെ നമുക്ക് കണ്ടുപരിചയമുള്ള മുഖം തന്നെയാണ്. പക്ഷെ അവർക്കൊന്നും ഇതിൽ കാര്യമായിട്ടുള്ള വലിയ റോളുണ്ടോയെന്ന് ചോദിച്ചാൽ റോളില്ല. അവരൊക്കെ ഇതിൽ വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്. എങ്കിൽ കൂടിയും അവരുടേതായിട്ടുള്ള സീനുകൾ അവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ 21 ലേഡീസും കഥയുടെ ഒരു ഭാഗം മാത്രമാണ്. ശരിക്കും ഈ കഥ കൊണ്ടുപോകുന്നതും മമ്മൂട്ടിയും വിനായകനും കൂടിയിട്ടാണ്. വിനായകന് ഈ ഒരു കക്ഷിനെ പിടികിട്ടുന്ന ഒരു സമയമുണ്ട്. അത് പിടികിട്ടാൻ കുറച്ച് താമസിച്ചു. അത് ക്ലൈമാക്സിലേക്ക് എത്തിച്ച് സസ്പെൻസ് ഇട്ട് ക്ലൈമാക്സിലേക്ക് എത്തിച്ച് സംവിധായകന്റെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മുത്തുമണികളെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇതാണ് മക്കളെ സിനിമ. ഇങ്ങനെയാണ് മക്കളെ സിനിമ എടുക്കേണ്ടത്. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ സിനിമയ്ക്ക് കൊടുക്കുക. നിങ്ങളൊരു എഴുത്തുകാരനാണോ, സംവിധായകനാണോ, നിങ്ങളൊരു ആക്ടറാണോ, അവനവൻ്റെ ബെസ്റ്റ് ഇതുപോലെ കൊടുക്കുക. നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇതിൻ്റെ റൈറ്റർക്കും ഇതിൻ്റെ സംവിധായകനും മമ്മൂക്ക, വിനായകൻ. ഈ 4 പേർക്കാണ് ഈ ചിത്രത്തിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഇരിക്കുന്നത്. ഈ 4 പേരും കൂടി ഈ ചിത്രം അങ്ങോട്ട് കത്തിച്ചു എന്ന് തന്നെ പറയാം. തിയേറ്റർ കത്തിച്ചു, തിയേറ്റർ പൊളിച്ചു. അത്രത്തോളം ഗംഭീര പെർഫോമൻസ്, ഗംഭീര ചിത്രം. അതിൽ ഒന്നും പറയാനില്ല. വേഗം പോയി കാണുക. അടിപൊളി ചിത്രമാണ്. ഈ ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. സിനിമ കാണാത്തവരാണോ, സിനിമ പ്രേമിയല്ലാത്തവരാണെങ്കിൽ കൂടിയും ഈ മൂവി കണ്ടിരുന്നോളൂ. നിങ്ങൾക്ക് കൊടുത്ത കാശ് ഒരിക്കലും നഷ്ടാവില്ല, കൊടുത്ത കാശ് മുതലാവും. സിനിമ കണ്ടു എന്നുള്ള ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. വേഗം പോയി കണ്ടോളൂ. ഈ ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക.